താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. സ്വന്തം ഭവനം അതൊരു സ്വപ്നമാണ്. സ്വപ്നം മാത്രമല്ല, ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. കാരണം ഭവനമില്ലാത്തവർക്കറിയാം അത് മുഖാന്തരം അനുഭവിക്കുന്ന വേദന, നിന്ന, അലച്ചിൽ, പരിഹാസം, ഉത്കണ്ഠ, ആകുലതകൾ അല്ലേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ സന്തോഷമായി സമാധാനമായി കുടുംബമായി ജീവിക്കുവാൻ കഴിയാത്ത വാസയോഗ്യമായ ഭവനങ്ങളുള്ളവർ അവരും അനുഭവിക്കുന്നുണ്ട് വേദന. വീടുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. ഉറക്കമല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. കാരണം പലതായിരിക്കാം. കടമായിരിക്കാം, ലോൺ അടയ്ക്കുവാനുണ്ട്, പലിശ പെരുകുന്നുണ്ട്, രോഗങ്ങളായിരിക്കാം, വീട്ടിനകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതായിരിക്കാം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയില്ലാത്തതായിരിക്കാം, ഭാര്യയില്ലാത്തതായിരിക്കാം, ഭർത്താവില്ലാത്തതായിരിക്കാം. അയ്യോ, വേദനയല്ലേ. വാസയോഗ്യമല്ലാത്ത ഭവനം. പിന്നെ വളരെ കൊതിച്ച് കാത്തിരുന്ന് മോഹിച്ച് പണി തുടങ്ങി പകുതി വഴിയിൽ നിൽക്കുക. അയ്യോ, വേദനയല്ലേ സഹോദരി, സഹോദര. അത് കാണുമ്പോൾ തന്നെ കാട് പിടിച്ച് ആ ഭവനം കാണുമ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത ഭവനം, വേദന. അത് എത്ര പറഞ്ഞാലും അനുഭവിച്ചവൻ അത് പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയത്തില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഭവനമുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല, ഭവനമില്ലാത്തവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. എങ്ങനെ സ്വന്തം ഭവനമെന്ന ആ സന്തോഷത്തിലേക്ക്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയും. ഭവനമില്ലാത്തവർക്ക് ഭവനം പണി തീരാത്ത, അതേ പകുതി വഴിയിൽ പണി തീരാതെ ആയിരിക്കുന്ന ആ ഭവനങ്ങളുടെ പണികളുടെ പൂർത്തീകരണം വാസയോഗ്യമായി, വാസയോഗ്യമായി നിങ്ങളുടെ ഭവനം മാറുന്ന അനുഭവം, അതിലേക്ക് നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന വചനവും ആ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥനയും. ഒരിക്കൽ ഒരു സഹോദരൻ താൻ വിവാഹം കഴിക്കുന്നു, സ്വന്തമായി മനോഹരമായൊരു വീട് തനിക്കുണ്ട്. ആ വീട്ടിലേക്ക് താൻ തൻ്റെ ഭാര്യയുമായി വന്നു കയറുന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് വരുന്നത് സ്വന്തം ഭവനത്തിലേക്കാണ്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ച് 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ദിവസം അവൻ്റെ ഭവനം ഇല്ലാതായി. സ്വന്തം ഭവനമുള്ളവൻ, വാടക വീടല്ല, ശ്രദ്ധിക്കണമേ, സ്വന്തം ഭവനമുള്ളവൻ പെട്ടെന്ന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഒന്നും അറിയാത്ത അവസ്ഥ. സ്വന്തം ഭവനം വിട്ട്, അത് അവൻ്റെ ജീവിതം ആരംഭിച്ച സമയത്ത് മാടം പോലെ ചാക്ക് കൊണ്ട് കെട്ടിമറച്ച ചെറിയ ചെറിയ വീടുകൾ, പല പല വീടുകൾ. ആ വീടുകളിലൊക്കെ മാറി മാറി താമസിച്ച്, എന്നിട്ടും മറ്റൊരിടത്ത് താമസിച്ച് പരിചയമില്ലാത്ത അവനറിയത്തില്ല എങ്ങോട്ട് പോകണം. ഇറങ്ങിപ്പോകാതിരിക്കുവാൻ കഴിയത്തില്ല. ചുറ്റും വലിയ കൂട്ടം, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെ ആൾബലത്തിന് മുമ്പിൽ അവൻ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ശബ്ദത്തിന് മുൻപിൽ അവൻ്റെ ശബ്ദം ഉയരുന്നില്ല. ആ ശബ്ദത്തെ കീഴ്പ്പെടുത്തുവാൻ അവന് കഴിയുന്നില്ല. തലകുനിച്ച് പരാജിതനായി ഭാര്യയുടെ മുഖത്ത് നോക്കാതെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ ഭവനത്തിൽ നിന്നിറങ്ങി ദൂരെ ഒരിടത്തേക്കും പോയി പരിചയമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് റബ്ബർ വിളയിൽ ആ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡ് വാടകയ്ക്ക് എടുക്കുന്നു. ആ വാടക വീട്ടിലിരുന്ന് ആ വീട് കഴുകി വൃത്തിയാക്കുമ്പോൾ ആ കഴുകി വൃത്തിയാക്കുവാൻ ഉപയോഗിച്ച വെള്ളത്തെക്കാളധികം അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. വേദന ഇതാണ്. അവനവൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഭവനമുള്ള വീടുള്ള ഒരുവനാണ് അവളുടെ ഭർത്താവെന്ന് അവൻ്റെ ഭാര്യ കരുതി. അവൻ്റെ കുഞ്ഞ് ജനിച്ചത് സ്വന്തം ഭവനത്തിലാണ്. അവൻ ഓടിക്കളിക്കേണ്ട ആ ഭവനം അന്യമായി തീർന്നു. ചുറ്റും കാട് പിടിച്ച, ലോകത്തുള്ള എല്ലാ ക്ഷുദ്ര ജീവികളുമുള്ള ഒരു വെളിം പറമ്പിൽ ഇതാ എല്ലാവരാലും ആട്ടി ഓടിക്കപ്പെട്ട് വലിയൊരു കൂട്ടത്തിന് മുമ്പിൽ പ്രതിവാദം പറയുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ആ വേദനയുടെ മധ്യത്തിൽ ദൈവം അവന് 2 വചനങ്ങളെ നൽകി. ആ വചനങ്ങൾ വെച്ച് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആ വചനമാണ് ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നൽകുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നതും. വചനം ഇതാണ്. 1-ാമത്തെ വചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം നൽകും. വാടക വീടിൽ ആ തറ കഴുകി ഇനി മുമ്പോട്ട് എങ്ങനെ
എനിക്കിനി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിച്ച് ഉത്കണ്ഠയോടെ ആയിരിക്കുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചു വചനത്തിലൂടെ. ഞാൻ നിനക്ക് സ്ഥിരമായൊരു ഭവനം നൽകും. അതെ, നിങ്ങളോട് തന്നെ അവൻ, എൻ്റെ ദൈവം നിങ്ങൾക്ക് സ്ഥിരമായൊരു ഭവനം നൽകും. തീർന്നില്ല, ഒപ്പം മറ്റൊരു വചനവും കൂടെ അവന് നൽകി. സങ്കീർത്തനം 127:1, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. ദൈവം നൽകിയ 2 വചനങ്ങളുമായി ഈറം മാറാത്ത ചെളി പിടിച്ച ആ തറയിലിരുന്ന് അവൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇതത്രേ: യേശുവേ, അങ്ങയുടെ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭവനം കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർത്ത് അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം തന്ന് എൻ്റെ നിരാശയ്ക്കും നിന്ദയ്ക്കും അലച്ചിലിനും ആകുലതയ്ക്കും പരിഹാരം വരുത്തണമേ. എന്നെ നിന്ദിച്ചവരുടെ, എന്നെ ആട്ടി ഓടിച്ചവരുടെ, സ്വന്തം ഭവനമില്ലാത്തവരാക്കി തീർത്തവരുടെ മധ്യേ എന്നെ മാനിക്കണമേ. ഓടിപ്പോകുന്നവനായിട്ടല്ല, ഉറച്ചു നിന്ന് അങ്ങയുടെ നാമം ഉയർത്തുന്നവനായി, അങ്ങയുടെ നാമം മുഖാന്തരം പ്രാപിക്കുന്നവനായി, ഭവനമുള്ളവനായി എന്നെ മാറ്റണമേ. അവൻ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രിയരെ, ആ പ്രാർത്ഥനയുടെ ശക്തി, അതേ, അവൻ പ്രാർത്ഥിച്ച അതേ ദേശത്ത് അവനെ ഓടിച്ചുവിട്ട അവൻ്റെ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും സഹോദരൻ്റെയും മാതാപിതാക്കളുടെയും തൊട്ട് അടുത്ത് തന്നെ ആ ഭവനത്തിനകത്തെ 2ാമത്തെ നിലയിലെ സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് അവൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അതെ, എവിടെ നിന്ന് എന്നെ ആട്ടി ഓടിച്ചുവോ, എവിടെ നിന്ന് ആൾ പെരുപ്പം കാരണം ഏത് ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടുവോ, ഏത് ഭവനത്തിൽ നിന്ന് ആൾ പെരുപ്പം കാരണം മിണ്ടുവാൻ കഴിയാതെ, എതിർത്ത് പറയുവാൻ കഴിയാതെ ഞാൻ ഇറങ്ങിപ്പോരേണ്ടി വന്നുവോ, അവിടെ അവരുടെ മധ്യത്തിൽ തന്നെ സ്വന്തം ഭവനം നൽകി എന്നെ മാനിച്ചുയർത്തിയ കർത്താവ്, ആ പ്രാർത്ഥനയുടെ മറുപടി സ്വന്തം ഭവനമുള്ളവനായി ഇറങ്ങി പോരേണ്ടി വന്ന ആ ഭവനത്തിലും മനോഹരമായ ഭവനമുള്ളവനാക്കി എന്നെ മാറ്റിയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കണ്ണുനീരോടെ വേദനയോടെ വളരെ നാളുകളായി, അല്ല ചില വർഷങ്ങളായി തന്നെ സ്വന്തം ഭവനമില്ലാത്തത് മുഖാന്തരം വേദന അനുഭവിച്ച് നിരാശയോടെ നീ ആയിരിക്കുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? സ്വന്തം ഭവനമെന്ന വാഗ്ദത്തത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചു നടത്തുവാൻ പോകുക. നിനക്ക് സ്ഥിരമായൊരു ഭവനം, യേശുവിൻ നാമത്തിൽ. ദൂത സഹോദര, ആ വാടക വീടെന്ന നിരാശ, സ്തോത്രം, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, അയ്യോ, എൻ്റേതല്ലാത്ത ദേശത്ത്, എൻ്റേതല്ലാത്ത സ്ഥാനത്ത്, വാടക വീട്ടിൽ എൻ്റെ മക്കളായിരിക്കുന്നു, എൻ്റെ ഭാര്യയായിരിക്കുന്നു, നിന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം പലപ്പോഴും നീ കാൽ വെച്ചു. സ്വന്തമായൊരു ഭവനം നിന്റെ ദേശത്തിൽ, നീ ജനിച്ചു വളർന്ന ദേശത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പലപ്പോഴും അതിനായി ഇറങ്ങിത്തിരിച്ചു. പരാജയമായിരുന്നു ഫലം. എന്നാൽ ആ പരാജയത്തെ കർത്താവ് ജയമാക്കി തീർക്കുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഭവനമില്ലാത്തത് മുഖാന്തരം, വീടില്ലാത്തത് മുഖാന്തരം നീ നിന്ന് അനുഭവിച്ചവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഭവനം നൽകി നിന്നെ മാനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്ക്. സ്തോത്രം. സഹോദര സഹോദരി, പ്രാർത്ഥിക്ക്. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തത്തിലേക്ക് നിന്റെ സ്വപ്നത്തിന് പൂർത്തീകരണം വരുവാൻ പോകുക. യേശുവേ, അങ്ങയുടെ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭവനം കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർത്ത് അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം തന്ന് എൻ്റെ നിന്ദയ്ക്കും നിരാശയ്ക്കും അലച്ചിലിനും ആകുലതയ്ക്കും പരിഹാരം വരുത്തണമേ. ഞാൻ വീടില്ലാത്തവനായി ഇരിക്കുന്നത് കണ്ട്, വാടക വീടുകളിൽ അന്തി ഉറങ്ങുന്നത് കണ്ട് എന്നെ പരിഹസിച്ചവർ, എന്നെ അപമാനിച്ചവർ, അവർ കാണുക സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം എന്നിൽ നിറവേറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക് സഹോദര, പ്രാർത്ഥിക്ക് സഹോദരി. നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ 2022 നീ സ്വന്തം ഭവനത്തിന് അടിസ്ഥാനമിടും. 2023 പകുതിയാകുന്നതിന് മുമ്പേ സഹോദര സഹോദരി, നിന്റെ ദേശത്ത് നിന്റെ മണ്ണിൽ, അതെ, നിന്റെ പേരുള്ള മണ്ണിൽ നീ ഭവനം പണിയും, നീ അവിടെ വസിക്കും. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, താങ്ക് ഗോഡ്. അത്രമാത്രം അനുഭവിച്ചു, അല്ലേ സഹോദരി? വീടില്ലാത്തത് കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. കുടുംബ വീട്ടിലാ, അവരുടെ പരിഹാസം എന്തിനാ? ഉപദ്രവിക്കാൻ പോലും കൈനീട്ടുന്നു. എൻ്റെ ഭാര്യ ഉപദ്രവിക്കപ്പെട്ടവളാ. ആദ്യമായി എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഒരു കത്തി വെക്കേണ്ടി വന്നത്, ഒരു സർജറി ചെയ്യേണ്ടി വന്നത് ആ ഉപദ്രവത്തിൻ്റെ ഫലമാണ്. ഉപദ്രവിക്കപ്പെടുകയാ. എൻ്റെ കുഞ്ഞുമായി, രോഗിയായ എൻ്റെ കുഞ്ഞുമായി ഞാൻ താമസിച്ച എൻ്റെ ഭവനത്തിനകത്തു നിന്ന് ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെ
പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം എടുത്തോണ്ട് പോയി. അവിടെ ആഹാരം പോലും കുഞ്ഞിനുണ്ടാക്കി കൊടുക്കുവാൻ കഴിയാതെ ഒരൊറ്റ ദിവസം എൻ്റെ ഭാര്യ അനുഭവിച്ച വേദന, കരയുന്ന കുഞ്ഞിന് അതിനുവേണ്ട സെർലാക്ക് കാച്ചി കൊടുക്കുവാൻ പോലും കഴിയാതെ പെരുമഴയത്ത് ആ വേദന, എൻ്റെ ഭാര്യ അനുഭവിച്ച വേദന എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അനുഭവിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ ഭവനത്തിൽ അവരുടെ നിന്ന കേട്ട്, നിൻ്റെ മക്കൾ ആ നിന്ന കേട്ട് കരയുന്നുണ്ട്. അവരുടെ കണ്ണുനീർ കാണുവാൻ കഴിയാതെ നീ ഭാരപ്പെട്ടായിരിക്കുക. സഹോദരി, സഹോദര, സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിനക്ക്, നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും സ്വന്തമായൊരു ഭവനമുണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും, സഹോദരി, നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള എന്തും ചെയ്യുവാൻ കഴിയുന്ന, നിന്റെ മക്കൾക്ക് ലൈറ്റ് ഇടുവാനും ഓഫ് ചെയ്യുവാനും, അവർക്ക് പുറത്തിറങ്ങി ഇരിക്കുവാനും, അവർക്ക് ഉറച്ച് ചിരിക്കുവാനും. അവർക്ക് ചിരിക്കുവാൻ പോലും കഴിയുന്നില്ല. ചിരിച്ചാൽ, അവർ ഉച്ചത്തിൽ സംസാരിച്ചാൽ, അവർ പുറത്തിറങ്ങിയാൽ അതിനറുതി വരുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യെസ്, യേശുവിൻ നാമത്തിൽ ആ നിന്നയ്ക്ക് അറുതി വരുവാൻ പോകുക. യേശുവേ, അങ്ങയുടെ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭവനം കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർത്ത് അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം തന്ന് എൻ്റെ നിന്നയ്ക്കും നിരാശയ്ക്കും അലച്ചിലിനും ആകുലതയ്ക്കും അറുതി വരുത്തേണമേ. വായടപ്പിക്കുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, കഴിവുകെട്ടവളെന്ന് പറഞ്ഞ് ഇത്രയും കാലമായിട്ട് സ്വന്തമായൊരു ഭവനം വയ്ക്കുവാൻ കഴിയാത്തവനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ, എൻ്റെ തലമുറകളുടെ മുമ്പിൽ പോലും, അതേ നിന്റെ തലമുറകളുടെ മുമ്പിൽ പോലും നിന്റെ തല കുനിപ്പിക്കുന്നവരുടെ മധ്യേ എൻ്റെ കർത്താവ് നിനക്ക് ഭവനം നൽകി നിന്നെ മാനിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ സ്വന്തം ഭവനത്തിൽ നിന്റെ മക്കൾ ആവോളം സന്തോഷിക്കുന്ന, രാവേറെ ആയാലും അവരുടെ ചിരി നിലയ്ക്കാത്ത, ഒതുക്കിക്കളയുക മുറിക്കകത്തോട്ട്. മക്കളുടെ ചിരിയെ, മക്കളുടെ സന്തോഷത്തെ മുറിക്കകത്തോട്ട് ഒതുക്കിക്കളയുക. ഒന്നും സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ പാഠപുസ്തകങ്ങൾ പോലും, ഡ്രസ്സുകൾ, വേദനയാ, നിന്റെ വേദനയാ, നിന്റെ കണ്ണുനീരിനെ എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോവുക. പ്രാർത്ഥിക്കുക സഹോദരി, നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. വാരിക്കെട്ടി എത്രയെന്ന് പറഞ്ഞ പിള്ളേർ ആഗ്രഹിച്ച് ഒരു ചെടി വയ്ക്കും. അത് വളർന്ന് ഒരു പൂവുണ്ടാകുന്നതിന് മുമ്പേ അടുത്തൊരു വീട്ടിലേക്ക്, അവിടുത്തെ ചുറ്റുപാടുമായി ഇത് പരിചയപ്പെട്ട് വരുന്ന മുമ്പേ അടുത്തൊരു വീട്ടിലേക്ക് മടുത്തു. നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എനിക്കിനി വയ്യ എന്ന അവളുടെ വാക്ക്, ഇങ്ങനെ വാരിക്കെട്ടി നടക്കുവാൻ എന്തൊരു നശിച്ച ജീവിതമെന്ന അവളുടെ വാക്ക് കേട്ടു. കെട്ടിക്കാറായ മക്കൾ, അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവരുടെ ഇഷ്ടം പോലെ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഈ വാടക വീട്, അതേ അവളുടെ വാക്ക് കേട്ട് പരാതി കേട്ട് മടുത്തു. സഹോദരാ, നിന്റെ മക്കളുടെ പരാതി കേട്ട് മടുത്തു. പരാതി മാറി, കുറ്റപ്പെടുത്തലായിരിക്കുന്നു. സ്വന്തമായൊരു ഭവനം ഉണ്ടാക്കുവാൻ കഴിയാത്ത കഠിന വാക്കുകൾ മക്കളിൽ നിന്ന് പോലും കേൾക്കേണ്ടി വരികയാണ്. നീ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ പോകുക. കഠിന വാക്കുകൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച നിന്റെ മക്കളുടെ ഒപ്പം അതേ സ്വന്തം ഭവനത്തിൽ നീ പാർക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യേശുവേ, തൻ്റെ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭവനം കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർത്ത് അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം തന്ന് എൻ്റെ നിന്ദയ്ക്കും നിരാശയ്ക്കും അലച്ചിലിനും ആകുലതയ്ക്കും അറുതി വരുത്തേണമേ. പ്രാർത്ഥിക്ക്. ആ വാടക വീടെന്ന നിരാശ മാറുവാൻ പോകുക. ആ വാടക വീടെന്ന അലച്ചിൽ മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ വാടക വീടെന്ന അലച്ചിൽ മാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സ്വന്തം ഭവനത്തിൽ സഹോദര, സഹോദരി, ആ ഭവനം ഒരു പ്രേതാലയം പോലെ ആയിരിക്കുക. പണി തുടങ്ങി, വളരെ ആഗ്രഹിച്ച് കൊതിച്ച് പണി തുടങ്ങിയതാ, പകുതി വഴിയിലായിരിക്കുക. പണിക്കൊരു പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. കാണുന്നവരൊക്കെ പരിഹസിക്കുക, നിന്റെ സ്വപ്നത്തെ നോക്കി പരിഹസിക്കുക. വേദനയാ, ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല. ആഗ്രഹിച്ച് പണിത ഭവനം പൂർത്തീകരണം വരുന്നില്ല.
പലതും പ്രതീക്ഷിച്ചു, പല വഴികളും പ്രതീക്ഷിച്ചു. ആ വഴികളൊക്കെ അടഞ്ഞുപോയി. ആ ലോൺ കിട്ടാത്തത് കൊണ്ട് പകുതി വഴിയിൽ നിൽക്കുന്ന ആ ഭവനം ആ ലോൺ കിട്ടുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി ചില പേപ്പേഴ്സിനെ കർത്താവ് മൂവ് ചെയ്യിപ്പിക്കുക, ചില പേപ്പേഴ്സിൽ സൈൻ വീഴുക. യെസ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുക. മനോഹരമായി ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഓ ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കേ. സ്തോത്രം. ഓ ആമേൻ, ആമേൻ. ഞങ്ങളുടെ ആദ്യത്തെ പുറത്തുള്ള തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഞങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് കൊട്ടാരക്കര, പത്തനാപുരത്തിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ച ഒരു സഹോദരി. ആ ഭവനത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. ഒരു പച്ച കട്ട കെട്ടിയ 2 മുറികളുള്ള ഒരു അടുക്കളയുമുള്ള ഒരു കട പോലെ ഒരു വീട്. അപ്പോൾ ആ വീട്ടിനകത്ത് ഒരമ്മ, അപ്പൻ പ്രായമായി വിവാഹം കഴിഞ്ഞ് 3 ദിവസം മാത്രം ഭർത്താവിനൊപ്പം താമസിച്ച് ഡിവോഴ്സായിപ്പോയി വന്നു കയറി ഡിപ്രഷനിലായിരിക്കുന്ന മകൾ. അവർക്കൊരു മകനുണ്ട്, അവൻ വിദേശത്താണ്. കുടുംബത്തിൻ്റെ ഈ അവസ്ഥയിൽ അവനും വല്ലാതെ മാനസികമായി തളർന്ന അവസ്ഥ. പിതാവ് വർഷങ്ങളായി ഓരോ സീസണിലും മാനസികമായി രോഗിയായിത്തീരുന്ന മനുഷ്യൻ. ആ ഭവനത്തിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ ഭവനത്തിൽ മാസത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കടന്നു പോകും, അവിടെ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതിനിപ്പുറത്തൊക്കെ മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന തുടങ്ങി ഒരു ദിവസം അവർ ഞങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് സ്ഥലം, അവിടെ മനോഹരമായൊരു വീട്. പക്ഷേ അതിൻ്റെ മനോഹരത്വം നഷ്ടപ്പെട്ടു പോയിരുന്നു. പണി പകുതി വഴിയിൽ നിന്ന ഒരു ഭവനം. മകളുടെ വിവാഹം പരാജയപ്പെട്ടപ്പോൾ മകൻ വല്ലാത്ത മാനസികാവസ്ഥയിലായിപ്പോയപ്പോൾ നിന്നുപോയ പകുതി വഴിയിൽ പണി നിന്നുപോയ ഭവനം. മനോഹരമായ പ്ലാനിങ്. പക്ഷേ ആ സ്വപ്നം തകർന്നുപോയി. ആ ഭവനത്തിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രിയരെ, ആ ഭവനത്തിലെ 2ാമത്തെ നിലയിൽ ഞങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള റൂമുണ്ട്. ഇന്ന് അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കുന്നത് അവിടെയാണ്. അതേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ ഭവനത്തിൻ്റെ പണിക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. സഹോദര സഹോദരി നിന്നോടാ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഭവനത്തിൻ്റെ പണിക്ക് പൂർത്തീകരണം വരുത്തുന്ന ഒരു ദൈവം. സഹോദരിക്ക് പിന്നെ വിവാഹം നടന്നു. ഇന്നൊരു കുഞ്ഞുണ്ട്. അവർ സന്തോഷമായി വിദേശത്ത് താമസിക്കുന്നു. അവിടെ തന്നെ അവർ പാർത്ത ആ പകുതി വഴിയിൽ നിന്ന് അവരുടെ ഭവനം കണ്ട് പരിഹസിച്ച് ചിരിച്ചവർ ഉള്ള അതേ ദേശത്തിൽ പിന്നെയും വസ്തു വാങ്ങി, വീടോടുകൂടിയ വസ്തു വാങ്ങി സന്തോഷത്തോടു കൂടി. വർഷങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ചുരുക്കം 4-5 വർഷത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ആ സഹോദരൻ വിവാഹം കഴിച്ചു, അവരും വിദേശത്ത് സെറ്റിലായിരിക്കുന്നു. അതേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പകുതി വഴിയിലായിരിക്കുന്ന നിന്റെ ഭവനം, നിന്റെ സ്വപ്നം, അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ തടസ്സം മാറുക. അതിനെ അങ്ങനെ പ്രേതാലയമാക്കി മാറ്റിയ ആ പൈശാചിക മണ്ഡലം, നിന്റെ ഭവനത്തിന്റെ പണിയെ പകുതി വഴിയിൽ തകർത്ത് കളഞ്ഞ ആഭിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, വിളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ, വെടക്ക് കണ്ണുകൾ, യെസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് വിട്ടുപോകും. ഓ ആമേൻ, ആമേൻ, ആമേൻ. വിട്ടുപോകട്ടെ. ആ ബന്ധനം അഴിയുക. പ്രാർത്ഥിക്കുന്നേ. ആ ഭവനത്തിനകത്തിരുന്ന് ആ പകുതി വഴിയിൽ പണി മുടങ്ങിക്കിടക്കുന്ന ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥിക്ക്. ഈ വചനം വച്ചു പ്രാർത്ഥിക്ക്. എന്താ 127:1 സങ്കീർത്തനമാണ്. യഹോവ പണിയാതിരുന്നാൽ, വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നിന്റെ അധ്വാനം വൃഥാവായി തീർന്നു. ഇനി ദൈവം പണിയും. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തെ ദൈവം പണിയും. അതിനെ അവൻ വാസയോഗ്യമാക്കി തീർക്കും. അയ്യോ, വീടുണ്ട് ദൈവദാസനെ, വീടുണ്ട്, മനോഹരമായ വീടാ. പക്ഷേ ഉറക്കമില്ല, ലോൺ അടയ്ക്കണം. അയ്യോ, കഷ്ടപ്പെടുക. നീ വച്ച ആ ഭവനത്തിൽ എത്ര നാൾ നിനക്ക് വസിക്കുവാൻ കഴിയും? ഇപ്പോൾ പേടി. ഇനി എനിക്ക് ആ ഭവനത്തിൽ പാർക്കുവാൻ കഴിയത്തില്ല, അത് ജപ്തിയായി പോകുമോ? ഭയന്നായിരിക്കുക. യെസ്, ആ ബാധ്യതയിൽ നീ പുറത്തു വരുവാൻ പോകുക. നിന്റെ ഭവനം നിൻ്റേതായി തന്നെ നീ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിനകത്ത് കിടക്കുവാൻ പോകുക. യെസ്, നിന്റെ മക്കളുടെ വിവാഹം അവിടെ തന്നെ നടക്കും, ആ ഭവനത്തിൽ തന്നെ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് ഇതിനെ പുറത്തു കൊണ്ടുവരിക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വഴി തുറക്കുക. ആമേൻ. കടക്കാരിയായി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആ രാത്രികൾക്ക് അവസാനമുണ്ടാകുവാൻ പോകുക. സ്വസ്ഥതയില്ല. മക്കൾ ഏത് സമയത്താണ് വരുന്നത് അറിയത്തില്ല. നീ പണിത ഭവനത്തിൽ നിന്റെ മക്കൾ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്കൊപ്പമില്ല. അതുകൊണ്ട് ദുഃഖമാ. അവരുടെ സ്വഭാവം, അവരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ പരാജയപ്പെട്ടു പോയി. അവരങ്ങും ഇങ്ങും എത്തിയിട്ടില്ല. വല്ലാത്തൊരവസ്ഥയാണ്.
എന്നാൽ ആ ഭവനത്തെ ഇന്ന് കർത്താവ് പണിയാൻ പോവുക. നീ പണിതു വൃഥാവായി, നീ പണിതു സന്തോഷമില്ല, നീ പണിതു സമാധാനമില്ല. എന്നാൽ എൻ്റെ ദൈവം പണിയും നിനക്ക് വേണ്ടി. നിന്റെ ഭവനത്തെ എൻ്റെ ദൈവം പണിയും. എൻ്റെ ദൈവം പണിയുമ്പോഴോ 128 അതിൻ്റെ 3, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. എന്തിനാണ് ഭക്തൻ മക്കളെ ഒലിവ് തൈ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒലിവ് വളരുന്നത് എവിടെയാണ്? ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിൽ, ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ, ചരിവുള്ള, ആർക്കും പെട്ടെന്ന് കയറി പറ്റുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ തഴച്ചു വളരുന്ന വൃക്ഷം ഒലിവ്. അയ്യോ, പല വീടുകളിലും മക്കളിന്ന് അങ്ങനെ തന്നെയാ ഉണ്ട്. പക്ഷെ അറിയത്തില്ല. അമ്മയപ്പന്മാരോട് ചോദിച്ചാൽ അറിയത്തില്ല. എവിടെ? അറിയത്തില്ല. മക്കൾ എവിടെയാണെന്ന് അറിയത്തില്ല. അയ്യോ, എവിടെയൊക്കെ വളരുകയാ. പക്ഷെ ഭക്തന്റെ വീട്ടിനകത്ത് വളരും. യെസ്, നിന്റെ മക്കൾ നിന്റെ വീട്ടിനകത്ത് തന്നെ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്റെ മക്കൾ നിന്റെ വീട്ടിനകത്ത് തന്നെ. അവരെ കണ്ട് ഉള്ളത് അവർക്ക് കൊടുത്തിട്ട് നീ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ പോകുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ തലമുറകൾ മാനസാന്തരപ്പെട്ട് സന്തോഷത്തോടെ കുടുംബത്തിനകത്ത്. തീർന്നില്ല, ഫലപ്രദമായ മുന്തിരിവള്ളി. ആരാ? ഭാര്യ. അയ്യോ ദൈവദാസനെ, എല്ലാമുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. വീടുണ്ട്, പിന്നെ കാര്യമുണ്ടോ? സന്തോഷമില്ല. ഭാര്യ ഇട്ടേച്ചു പോയി, വേദനപ്പെട്ടായിരിക്കുക. നിന്നോടാ നിന്റെ ഭവനത്തെ കർത്താവ് പണിയുക. നിന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ വസിക്കുവാൻ തക്കവണ്ണം, എൻ്റെ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ ഭവനത്തെ പണിയുക. നിന്റെ ഭാര്യ മടങ്ങി വരിക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ, ആമേൻ. ആ കെട്ട് പൊട്ടുക. അവളെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നിന്നിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയ ആ കെട്ട് എൻ്റെ കർത്താവ് പൊട്ടിക്കുക. സഹോദരി, നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നീ ആ വീട്ടിനകത്ത് താമസിക്കുവാൻ പോവുക. ആമേൻ. ആ തകർച്ചയെ കർത്താവ് മാറ്റുക. ആ നിരാശയ്ക്ക് കർത്താവ് അറുതി വരുത്തുക. നിന്റെ ഭവനത്തെ കണ്ണുനീരിൻ്റെ ഭവനമായി മാറിയ നിന്റെ ഭവനത്തെ, നിരാശയുടെ വേദനയുടെ ഭവനമായി മാറിയ നിന്റെ ഭവനത്തെ എൻ്റെ കർത്താവ് സന്തോഷത്തിൻ്റെ ഭവനമായി മാറ്റുവാൻ പോകുക. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥന വിട്ടുകളയരുതേ. പ്രാർത്ഥിക്ക്. നിന്റെ ഭവനത്തെ കർത്താവ് പണിയുക. സ്തോത്രം, സ്തോത്രം. ആമേൻ. നിന്റെ ഭവനത്തിനകത്ത മേശയാ നിന്റെ ഭർത്താവ്. അവൻ വേറെ എവിടെയെങ്കിലും പോയി? ഇല്ല, അത് നടക്കത്തില്ല. ഇനി അങ്ങനെയുള്ള അവസ്ഥയില്ല. ആ മേശയിൽ നിന്നുള്ളത് നീയും നിന്റെ മക്കളും തന്നെ ഭക്ഷിക്കും. ദൂതാണേ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഭർത്താവ് അധ്വാനിക്കുന്നതൊക്കെ പുറത്തു പോകുന്നുണ്ട്. നിന്റെ വീട്ടിനകത്ത് നിന്ന്, നീ പണിത വീട്ടിൽ നിന്ന് അതൊക്കെ പുറത്തു പോകുന്നു. പക്ഷെ കർത്താവ് പണിയും, പിന്നെ അത് പുറത്തു പോകത്തില്ല. ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ. രോഗമാ, വീടുണ്ട്, പക്ഷെ രോഗമാ. വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ആശുപത്രിയിലാണ് കിടക്കുന്നത്. ആ കിടക്കയെ കർത്താവ് മാറ്റി വിരിക്കുവാൻ പോകുക. നിന്റെ ഭവനം ഒരു രോഗ കിടക്കയല്ല, അത് നീ സന്തോഷിക്കുന്ന, നീ പിന്നെയും സ്വപ്നങ്ങൾ കാണുന്ന ഭവനമായി മാറുവാൻ പോകുക. ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തെ കൊണ്ടുവരിക. ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ആമേൻ, ആമേൻ. സഹോദരി, ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക. ആ രോഗമുഖാന്തരമുള്ള കരച്ചിലിന് കർത്താവ് അറുതി വരുത്തുക. പ്രാർത്ഥിക്കുക. ആമേൻ. ആ ഔഷധശാലയുടെ അവസ്ഥ മാറുക. നിന്റെ ഭവനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ മരുന്നിൻ്റെ എണ്ണയുടെ കുഴമ്പിൻ്റെ മണമുണ്ട്, അത് മാറുക. ആമേൻ. ജീവിക്കുവാൻ, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഭവനം മാറുക. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരിക. കടം കയറി ആത്മഹത്യ മാത്രം. അതെ, നിനക്ക് ആത്മഹത്യ ചെയ്യുവാനുള്ളതല്ല ഭവനം, നിനക്ക് പാർക്കുവാനുള്ളതും ദേശത്തിൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളതും. അതെ, ആ മച്ചിലേക്ക് നോക്കണ്ട. അവിടെ നീ തൂങ്ങി ആടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ ഭവനത്തിൽ നീ സന്തോഷത്തോടെ ആയിരിക്കും. നീ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ആമേൻ. നിന്റെ ഭവനത്തെ വാസയോഗ്യമാക്കി എൻ്റെ കർത്താവ് തീർക്കും. അതിനകത്തേക്ക് ആ നന്മകൾ കടന്നു വരും. യേശുവിൻ നാമത്തിൽ. ആ കച്ചവടത്തിലൂടെ, ആ ബിസിനസ്സിലൂടെ തകർന്നുപോയ, അതെ, ആ ബിസിനസ്സിലൂടെ തന്നെ തകർന്നു പോയപ്പോൾ ബാധ്യത വീട്ടിനകത്ത് വന്നു കയറി. അതിനെ പണിത് അതിലൂടെ സന്തോഷത്തെ, വരുമാനത്തെ എൻ്റെ കർത്താവ് കൊണ്ടുവരിക. ആമേൻ. ആ ഭവനത്തിനകത്ത് തന്നെ മക്കളുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. അവർ ജോലിക്കാരായി മാറുക. കർത്താവ് പണിയുക. സ്തോത്രം. മക്കളെ പ്രയോജനമുള്ളവരാക്കി. യേശുവിൻ നാമത്തിൽ. സ്തോത്രം. നിന്റെ തലമുറയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക. മാതാവേ, കർത്താവ് പണിയുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുമല്ലോ. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാനത് പിൻ ചെയ്തിട്ടേക്കും.
നിങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന നിങ്ങളെ മാറ്റും. ആ ഷീറ്റ് പുരയ്ക്കകത്ത് വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആ മുറിക്കകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഇതിനകത്തേക്ക് വരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ മാറ്റിയ പ്രാർത്ഥന അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഒരിക്കൽ കൂടി, യേശുവേ, അങ്ങയുടെ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭവനം കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പാർത്ത് അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം തന്ന് എൻ്റെ നിന്ദയ്ക്കും നിരാശയ്ക്കും ആകുലതയ്ക്കും അലച്ചിലിനും അറുതി വരുത്തേണമേ. യേശുവേ, ഈ നിന്ന മാറ്റണമേ, ഈ നിരാശ മാറ്റണമേ. പ്രിയരേ, ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ ആ പ്രാർത്ഥനയ്ക്കകത്തൊരു പോയിന്റ് അതാണ്. എൻ്റെ കർത്താവിൻ്റെ നാമം ഉയർത്തണം. വീട് പണിയുമ്പോൾ അതിനകത്ത് സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ അപ്പൻ്റെ നാമം ഉയരണം. നിങ്ങളുടെ ഭവനം കണ്ടിട്ട് അനേകർ കർത്താവിലേക്ക് നോക്കണം. ഇങ്ങനെ ഒരു ദൈവം, ഇവന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്ന, ഇവൻ ഇങ്ങനെ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, വീട് നൽകുന്ന ഒരു ദൈവം എന്ന് പറയണം. നിനക്കൊരു ദൈവമുണ്ട്, അവൻ എപ്പോഴും ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് പറയുവാൻ തക്കവണ്ണം ദേശത്ത് ഓടിപ്പോകാതെ ഇവിടെ തന്നെ കർത്താവ് സ്ഥലം തന്നു, ഭവനം തന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആൾബലത്തിൻ്റെ എല്ലാവരും ഒരു പക്ഷത്താ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ കുടുംബങ്ങളാ, ചുറ്റുമുള്ളത് മുഴുവൻ അവരെല്ലാം ഒരുമിച്ചായി. ഒരാൾ പെരുപ്പത്തിനൊത്തവണ്ണം എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു സമയത്ത് എൻ്റെ ബലമായിരുന്ന, എൻ്റെ അഭിമാനവും സന്തോഷമായിരുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളായി മാറി. എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങുന്ന മുറിയുടെ ജന്നൽ പോലും അടിച്ചു പൊട്ടിച്ച് അവൻ്റെ മുഖത്ത് പോലും കുപ്പിച്ചില് വീഴുന്ന അവസ്ഥയിൽ ഒരു ഭ്രാന്തനെ പോലെ എന്നെ കൊല്ലുവാൻ നിന്ന, എൻ്റെ കുഞ്ഞിനെ പോലും കൊല്ലുവാൻ നിന്ന സഹോദരൻ, എൻ്റെ അമ്മ ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട അമ്മ, ആൾബലത്തിൻ്റെ, ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്തിൽ, ബന്ധുബലത്തിൻ്റെ പിൻബലത്തിൽ അവർ ചിന്തിച്ചു, ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങൾക്കൊപ്പം എല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഒരുവനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി ഒന്നുമില്ലാത്തവനായി വിടുവാൻ കഴിഞ്ഞു. പ്രിയരെ, കേൾക്കണമേ, ഈ ഭവനം വെച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം ഉയർന്നെന്നല്ല ഞാൻ പറയാൻ പോകുന്നേ. ഈ ഭവനം വെച്ചപ്പോൾ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ആൾക്കൂട്ടത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിന് മുമ്പിൽ വില പോകത്തില്ല. ആൾക്കൂട്ടം കൊണ്ട് ദൈവത്തെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ദൈവത്തിന് മുമ്പിൽ ജയിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ആ കുടുംബത്തിനകത്താണ് ഏറ്റവും അധികം ഈ ഏരിയയിൽ പാസ്റ്റർമാരുള്ളത്, ശുശ്രൂഷകരുള്ളത്, ദൈവമക്കളുള്ളത്. അവർ തിരിച്ചറിഞ്ഞു, ആൾക്കൂട്ടം കൊണ്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ശത്രു തിരിച്ചറിയുവാൻ പോകുക, അവൻ്റെ പരിപാടി കൊണ്ടൊരു കാര്യമില്ല, അവൻ്റെ നിന്ന കൊണ്ടും പരിഹാസം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും ഒരു കാര്യമില്ല. ഓ, താങ്ക് ഗോഡ്, അവനൊപ്പമുള്ള ആൾക്കൂട്ടം കൊണ്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ശത്രു തിരിച്ചറിയുവാൻ പോകുക, നിനക്കൊപ്പമുള്ള ദൈവത്തെ, സ്തോത്രം, അവർ ചേർത്ത് പിടിക്കുവാൻ പോകുക. നിന്നെ ഔവിധത്തിൽ എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഒപ്പം പ്രാർത്ഥിക്കുന്നേ. നിങ്ങളും ഈ സാക്ഷ്യം പറയും. ഭവനമില്ലാതെ ആയിരിക്കുന്ന ഒത്തിരി പേരോട്, ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി പേരോട്, പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന, ഭവനത്തിനകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാതെ വേദനപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേരോട് നിങ്ങൾ പറയും, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്ക്, പറയണം. അതിന് തക്കവണ്ണം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. അപ്പോൾ ബൈഹാർട്ടാക്കുക. വീടില്ലാത്തവർ, മനോഹരമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, വാടക വീടുകളിൽ അലയുന്നവർ, വീട്ടിനകത്ത് സമാധാനമില്ലാത്തവർ, ഈ പ്രാർത്ഥന വചനത്തോടൊപ്പം ബൈഹാർട്ടാക്കുക. നിങ്ങളുടെ വീട്ടിനകത്ത് ഓരോ മുറിക്കകത്തും ഇരുന്ന് പ്രാർത്ഥിക്കുക. സമയം വേർതിരിച്ച് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊപ്പമുള്ള ഒത്തിരി പേർക്ക് ഈ മെസ്സേജ് അല്ല, പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും നിങ്ങൾക്കൊപ്പം നിർത്തി അവരെയും പ്രാർത്ഥിപ്പിക്കുക. ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കൊപ്പമുണ്ട്. സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെന്നേ. ഓ, സ്തോത്രം. ആ രാജ്യത്ത്, നിൻ്റേതല്ലാത്ത രാജ്യത്ത് നിന്റെ ആഗ്രഹം എന്താ? അവിടെ സ്വന്തമായ ഭവനം വേണം. അവിടെ കർത്താവ് അതിന് അവസരം തരിക. നീ സ്വന്തം ഭവനത്തിൽ അവിടെ പാർക്കുവാൻ പോകുക. ആമേൻ. സഹോദര സഹോദരി, ആ രാജ്യത്ത് അവിടെ നിനക്ക് ഭവനം ഉണ്ടാകുവാൻ പോകുക. ഓ, സ്തോത്രം. ആമേൻ. ഓ, സ്തോത്രം. ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒപ്പമുള്ളവർക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ റെഡിയാണ്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആ ഇല്ലായ്മ മാറ്റും. നിരാശയും നിന്ദയും അലച്ചിലും ആകുലതയും ഒക്കെ മാറും. ദൈവപ്രവൃത്തിയുണ്ട്. നിരാശപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. എല്ലാ ഞായറാഴ്ചയും 10 മുതൽ
നമ്മുടെ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുക. നിങ്ങൾ വേറൊരു സഭാരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കണ്ടാൽ മതി. ഇനി മറ്റൊരു ആരാധനയ്ക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് കർത്താവിനെ വാഴ്ത്തി മഹത്വപ്പെടുത്തി ദേശത്തിൽ പാർത്ത് ആൾബലത്തിലല്ല, ആൾക്കൂട്ടത്തിലല്ല, നാവിൻ്റെ ബലത്തിലല്ല, അതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിലൂടെ പലതും നേടിയെടുക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയുന്നവരും കാണുന്നവരും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്കായിരിക്കാം. സ്വാഗതം. എന്നാ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭവനമില്ലാത്തത് മുഖാന്തരം പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ വാടക വീടുകളിൽ അലഞ്ഞ് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ആയിരിക്കുന്നവർ, അപ്പാ ഇന്ന് ഇവർ ആ സമാധാനം, അങ്ങ് പണിയുന്ന ഭവനത്തിനകത്തെ സന്തോഷവും സമാധാനവും തൃപ്തിയും ഇവർ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അത് മുഖാന്തരം കടം കയറി ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ഭവനങ്ങൾ, ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഭവനങ്ങൾ, യേശുപ്പ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, അതിന് തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ, തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ, തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ജോലി സാഹചര്യങ്ങളെ പ്രതികൂലമാക്കി കടത്തിൽ മുക്കിക്കളയുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ, എല്ലാ കടഭാരങ്ങളും മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ. താങ്ക് ഗോഡ്. തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ, അവകാശങ്ങളെ കവർന്നെടുത്ത ശത്രുവിൻ്റെ പദ്ധതികളും യേശുവിൻ തകർക്കപ്പെടട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. 2 ഭവനങ്ങളിലല്ല, ഒരു ഭവനത്തിൽ, അവരുടെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ പാർക്കട്ടെ. മടങ്ങി വരട്ടെ, ഭർത്താവ് മടങ്ങി വരട്ടെ, ഭാര്യ മടങ്ങി വരട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ, ഭാവി ഉണ്ടാകട്ടെ, വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ, തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിയട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ, പഠന വൈകല്യങ്ങൾ മാറട്ടെ, മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അപ്പറങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുപ്പാ, ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. സ്തോത്രം, സ്തോത്രം. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. ലോകത്തിൽ അലയുന്ന മക്കൾ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ പാർക്കട്ടെ. ആമേൻ, ആമേൻ. യേശുവേ, സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം ഇവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ കർത്താവേ. പണികൾക്ക് പൂർത്തീകരണം ഉണ്ടാകട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കടകളിൽ കച്ചവടം ഉണ്ടാകട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ചാട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, ഇഖാമ അടിച്ചു കിട്ടട്ടെ. അപ്പുറം കൂടിയിരിക്കണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോളം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.